ഇന്നൊരു വാട്ടയീറ്റിനിടെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മുട്ടയും പഴമാണ് കഴിച്ചത്. പഴം നമ്മുടെ നെയ്യിൽ വാട്ടിയത്. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു പിസ്സ കഴിച്ചു കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയ പിസ്സയാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ചിക്കൻ പിസ്സയായിരുന്നു. അതിനുശേഷം നല്ലൊരു ചോറ് കഴിച്ചു കേട്ടോ. കുറേ കറിയൊക്കെ കൂട്ടിയിട്ട് കൂന്തലുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഞാൻ മുൻപ് പപ്പടം കഴിക്കില്ലായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ പപ്പടം ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പുറത്ത് പോയിട്ട് നമ്മുടെ പാനിപ്പൂരി കഴിച്ചു കേട്ടോ. ഇത് നമ്മുടെ താലപ്പൊലിക്കാവിൽ നിന്ന് കഴിച്ചതാണ്. കുറേ നാളായി പാനിപ്പൂരി കഴിച്ചിട്ട്, അപ്പോൾ അങ്ങനെ കഴിച്ചതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ താലപ്പൊലിക്ക് ഈ ഒരു സംഭവം കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കടല, പിന്നെ കുക്കുംബർ, ക്യാബേജ്, സവാള, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ കാണാറുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. അതെനിക്കിഷ്ടമാണ്, അപ്പം അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അതൊരെണ്ണം 50 രൂപയായിരുന്നു കേട്ടോ. മുൻപ് ഇത്തിരി വലിയ പാത്രത്തിലൊക്കെയാണ് കിട്ടിയിരുന്നത്, പക്ഷേ ഇപ്പോൾ പാത്രം കുഞ്ഞായിട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ സോസ് വേണമെന്ന് ചോദിച്ചിട്ട് സോസൊക്കെ ഒഴിച്ചിട്ടാണ് തന്നത്. ലോയ്ക്കുട്ടിന് സോസ് ഇല്ലാതെയാണ് കേട്ടോ കൊടുത്തത്. അധികം അവന് പുറത്തുനിന്നുള്ള ഫുഡ് കൊടുക്കാറില്ല, എന്നാലും ഇപ്പോൾ ഇത്തിരി വലുതായിരുന്ന നമ്മൾ കഴിക്കുമ്പോൾ അവരും വേണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് കാരണം കൊടുക്കുന്നതാണ്. നമ്മൾ അധികവും അവോയ്ഡ് ചെയ്യും കേട്ടോ. കാണാതെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ അത്രയും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിക്കും കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, വലിയ ടേസ്റ്റ് ഒന്നുമല്ല. നമ്മുടെ സാലഡൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോസ് ഇത്തിരി അധികമായാലോ തോന്നിയിട്ടോ. സോസും ഇല്ലാതെ കഴിക്കുന്നതാണ് രസം എന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ഇത് കഴിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ലിയോയിൽ കയറി കേട്ടോ. ലിയോ ഒരു ഐസ്ക്രീം പാർലറാണ്. അവിടെ സാൻഡ്വിച്ച്, അങ്ങനെ ബർഗർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തത് അവിടെ നിന്ന് ഐസ്ക്രീമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ബ്രൗണി അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്കിഷ്ടമായില്ല കേട്ടോ. ഞാൻ ഒരിക്കലും ഐസ്ക്രീം കഴിക്കുന്ന ആളല്ല. ഞാൻ ആകെ കഴിക്കുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടോ. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോയ്ക്കുട്ടൻ അതാണ് കേട്ടോ കഴിച്ചിരുന്നത്. ലോയ്ക്കുട്ടൻ ഐസ്ക്രീമിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു സോഡ കുടിക്കണമെന്ന് തോന്നി കേട്ടോ. അപ്പം ഞാനൊരു കാന്താരി സോഡ കുടിച്ചായിരുന്നു. നല്ല എരിവും നമ്മുടെ കാന്താരിയും അതേപോലെ തന്നെ മാങ്ങയൊക്കെ ഇട്ടൊരു സോഡ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതോടുകൂടി എൻ്റെ വയറ് കാരണം അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ.